കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. എക്സലിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ബോർഡർ കൊടുക്കാം. നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിന് എങ്ങനെയൊക്കെ ബോർഡർ കൊടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ കൂടെ ബോർഡർ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ആദ്യത്തെ രീതി നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോർമാറ്റ് എന്ന ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് ബോർഡർ കണ്ടോ, ഈ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നൺ, ഔട്ട്ലൈൻ, ഇൻസൈഡ് എന്നിവ കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഔട്ട്ലൈൻ, ഇൻസൈഡ് രണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിന് ബോർഡർ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കിത് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ കണ്ടന്റ് സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റിലേക്ക് തന്നെ പോവുക. അവിടെ ഫോർമാറ്റ് സെൽസ് എടുത്തിട്ട് കണ്ടോ, ഇവിടെ നൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ ബോർഡർ പോയി കിട്ടും. ഇതാണ് ആദ്യത്തെ രീതി. ഇനി നമുക്ക് വേറൊരു രീതിയുണ്ട്, അത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ കണ്ടന്റ് ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആയിരിക്കുമല്ലേ. അപ്പം നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഓപ്ഷൻ കണ്ടോ, ഈ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ മാറ്ററിന് ബോർഡർ വന്നു കഴിഞ്ഞു. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്കിത് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ മാറ്റർ സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ പോവുക. ബോർഡർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പേ അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾ ബോർഡർ കൊടുത്തെങ്കിൽ കളയാനായിട്ട് നമ്മൾ നോ ബോർഡർ കൊടുക്കണം. നോ ബോർഡർ കണ്ടോ, ഇവിടെ നോ ബോർഡർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്ത ബോർഡർ പോയി കിട്ടും. മനസ്സിലായല്ലോ? ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.